എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മോഹൻലാൽ എങ്ങാണ്ട് ഏതോ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹത്തെ പരിപൂർണമായിട്ട് നിരോധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടോക്കൂ. ലേഖനം എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഗൾഫ് മാധ്യമം ആതിഥേയത്വം വഹിച്ച ഷാർജ എക്സ്പോ സെന്ററിൽ മോഹൻലാൽ അതിഥിയായി എത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ RSS മാധ്യമമായ ഓർഗനൈസർ വലിയ വാർത്തയായി നൽകുന്നത്. അതായത് എന്തുകൊണ്ടാണ് മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഇങ്ങനൊരു മാധ്യമം നടത്തിയ പരിപാടിയിൽ മോഹൻലാൽ എന്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യാഥാസ്ഥിക നിലപാടുകൾക്കും സിനിമകളുടെ സുഹൃത്തുക്കളെ, നോ കമന്റ്സ്. ബൈ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, മോഹൻലാൽ എങ്ങാണ്ട് ഏതോ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്ന ഭാഗമായിട്ട് അദ്ദേഹത്തെ പരിപൂർണമായിട്ട് നിരോധിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കേട്ടോക്കൂ. ലേഖനം എങ്ങനെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഗൾഫ് മാധ്യമം ആതിഥേയത്വം വഹിച്ച ഷാർജ എക്സ്പോ സെന്ററിൽ മോഹൻലാൽ അതിഥിയായി എത്തിയതാണ് ഇപ്പോൾ വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ RSS മാധ്യമമായ ഓർഗനൈസർ വലിയ വാർത്തയായി നൽകുന്നത്. അതായത് എന്തുകൊണ്ടാണ് മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള ഇങ്ങനൊരു മാധ്യമം നടത്തിയ പരിപാടിയിൽ മോഹൻലാൽ എന്തിന് പങ്കെടുത്തു എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. യാഥാസ്ഥിക നിലപാടുകൾക്കും സിനിമകളുടെ സുഹൃത്തുക്കളെ, നോ കമന്റ്സ്. Bye-bye.